ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ ഒരിക്കൽ കൂടി സ്ക്രാച്ച് ആൻഡ് വിൻ്റെ മത്സരവേദിക്ക് കളമൊരുങ്ങുന്നത് കിഴക്കൻ്റെ വെനീസിലാണ്. ആലപ്പുഴ കുമരകം KTTC ഗേറ്റ്വേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ഇന്ന് നമ്മളോടൊപ്പം മത്സരിക്കാൻ എത്തുന്നത് ഇവിടുത്തെ തന്നെ സ്റ്റാഫാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. സോ സ്വാഗതം ചെയ്യാം അനിൽ ആൻഡ് രജിത്. എൻ്റെ പേര് അനിൽ എന്നാണ്. എൻ്റെ വീട് കോലഞ്ചേരിയാണ്. ഞാൻ KTTC കുമരകം ഗേറ്റ്വേയിലാണ് ജോലി ചെയ്യണത്. ഞാനിവിടെ കുക്കാണ്. ഞങ്ങളിപ്പോൾ സ്ക്രാച്ച് ആൻഡ് വില്ലിൽ പങ്കെടുക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ പങ്കെടുക്കുന്നത് രജിത്താണ്. ഞാനാണ് അനിൽ ഷെഫ് പറഞ്ഞിട്ടുള്ള രജിത്ത്. ഞാനിവിടെ വെയിറ്ററായിട്ട് ജോലി ചെയ്യാണ്. എൻ്റെ വീട് കോഴിക്കോടാണ്. ഹായ് ഹായ് ഹലോ ഹായ്, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. സുഖായിരിക്കുന്നു. ഭയങ്കര ഭംഗിയുള്ള സ്ഥലത്ത്, കാരണം നമ്മൾ പല വേദികൾ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മത്സരത്തിനായിട്ട് പോയിട്ടുണ്ട്. എനിക്കൊന്നും മത്സരം വിട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ തോന്നുന്ന ഒരു സ്ഥലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഉണ്ട്. ഇപ്പൊ എത്ര നാളായി ഇവിടെ? ഓക്കെ, 3 വർഷമായി. 3 വർഷമായി. ഓക്കെ, രജിത്തേട്ടനോ? 9 months ആവുന്നേ ഉള്ളൂ. ഒരു വർഷം കൂടെ തികയുന്നേ ഉള്ളൂ അല്ലേ? ഒരു അല്ലേ, ഫസ്റ്റ് ആനിവേഴ്സറി കട്ട് ചെയ്യാനുള്ളതാണ്, കേക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. എന്താ അല്ലായിട്ട് ഏത് മേഖല? ഓക്കെ, കുക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഗേറ്റ്വേയിൽ വന്നാൽ, കുമരകം ഗേറ്റ്വേയിൽ വന്നു കഴിഞ്ഞാൽ മെയിൻലി നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത് സീ ഫുഡാണ്. ഇവിടെ മെയിൻ സീ ഫുഡാണ്. എന്താ കുറേയും കൂടി ഇവിടുത്തെ സ്പെഷ്യൽ മസ്റ്റ് ട്രൈ എന്തായിരിക്കും? കരിമീൻ പൊള്ളിച്ചത് ആണല്ലേ? ഈ കരിമീൻ പൊള്ളിച്ചത് ചുമ്മാ കഴിക്കാൻ മാത്രമല്ല, അത് ഇങ്ങനെ വേമ്പനാട്ട് കായലിൽ ഇങ്ങനെ നോക്കിയാലേ നമുക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ വേമ്പനാട്ട് കായലിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കവർ ചെയ്ത് ആവരണം ചെയ്ത് നിൽക്കുക എന്നുള്ളതിൻ്റെ ഭംഗി കൂടി ഉണ്ട്. ആൻഡ് രജിത്തേട്ടൻ എന്താണ്? പിന്നെ സുഖം, നല്ല വർക്ക് ചെയ്യാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ്. അത് മാത്രമല്ല ഞാൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോ സുഖം. ഓക്കെ, അത് മാത്രമല്ല അല്ലെ കുക്കാണെന്ന് പറഞ്ഞു, ഇവിടെ അല്ലാണ്ട് കുക്കാന്ന് പറഞ്ഞു. രജിത്തേട്ടൻ വേറെ എവിടെയാണ്? ഇവിടെ എന്താ മേഖല? വെയിറ്ററാണ്, റെസ്റ്റോറന്റ് സ്റ്റാഫാണ്. ഓക്കെ, അപ്പം സുഖമാണ്, വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇത്രയും അല്ലെ, ഭയങ്കര സുഖമാണ്. പ്രത്യേകിച്ച് വെച്ചാൽ തണ്ണീർമുക്കം ബണ്ടിലൂടെ പല പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു റിസോർട്ട് ഇവിടെ ഉണ്ടെന്നുള്ള പെട്ടെന്നില്ല, ഒരു റെസ്റ്റോറന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിന് പുറകിൽ ശരിക്കും ഇത്രത്തോളം സ്പേസ് ഉണ്ട്, ഇത്രയും പൂൾ വിലാസം. നമുക്ക് 34 റൂംസ് ആണ് വരുന്നത്. ഓക്കെ, ലേക്ക് വ്യൂ ആയിട്ട് ലേക്ക് വ്യൂ, പ്രീമിയം ലേക്ക് വ്യൂ, പിന്നെ സ്റ്റാൻഡേർഡ് റൂം, സ്റ്റാർട്ടിംഗ് കാറ്റഗറി സ്റ്റാൻഡേർഡ് റൂം, എക്സിക്യൂട്ടീവ് റൂമാണ് വരുന്നത്. പിന്നെ ലേക്ക് വ്യൂ, പ്രീമിയം ലേക്ക് വ്യൂ, ടോട്ടൽ 34 റൂംസ് ആണ് നമുക്ക്. എത്ര ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവിടെ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണിൽ കൊടുക്കുന്ന റെസ്റ്റോറന്റ് ആണ്. പിന്നെ ആണല്ലേ? ഓക്കെ, ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ കുറെ ഇവിടെ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പൊ വിശേഷങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് ഇവിടെ നിന്ന് വിശേഷം പറഞ്ഞാൽ നമുക്ക് വന്ന കാര്യം നടക്കില്ല. നമുക്ക് മത്സരിക്കണം, അതിനേക്കാൾ ഉപരി അല്ലെ മാക്സിമം അടിച്ചുകൊണ്ട് പോകാനുള്ള ദിവസം കൂടിയാണ്. സോ റെഡി? ഹൈ എനർജി ലെവൽ വരണം. റെഡി? യെസ് പ്ലീസ്. യെസ്. അപ്പം എന്തായാലും 2 മേഖലകളിലൂടെ വന്ന് അല്ല ഇവിടെ സുഹൃത്തുക്കളായി ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കുറേ ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് അത് ഫേസ് ചെയ്യാൻ പോവാണ് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് സ്ക്രാച്ച് ആൻഡ് വിന്നിന്. റെഡി? ഇത് ഏതാണ്ട് ആദ്യമേ തന്നെ ഇങ്ങനെ ഫേസ് ഒക്കെ പിടിച്ച് കുറച്ച് കൂളായി ഡീൽ ചെയ്യൂ. ഓക്കെ അല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ 3 റൗണ്ടുകളിലൂടെയാണ് നമ്മൾ പോവുക. സിനിമയായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ സിനിമ കാണാൻ പോകാൻ പറ്റാറുണ്ടോ? ഉണ്ട്. എത്രയൊക്കെ തിരക്കാണെങ്കിലും സിനിമ നമ്മൾ മിസ് ചെയ്യാറില്ല അല്ലെ? അപ്പൊ നമ്മൾ 3 റൗണ്ട് പോകുന്നതും സിനിമയാണ് നിങ്ങൾക്കുള്ള ഭാഗ്യത്തിലേക്കുള്ള വഴി. ആ വഴി ചിലപ്പോൾ നിർഭാഗ്യത്തിൻ്റെയും കൂടി ആവാം. സോ ആദ്യത്തെ റൗണ്ടിൽ 2 ചോദ്യങ്ങളായിരിക്കും വരിക, 30 seconds ആയിരിക്കും. രണ്ടാമത്തെ റൗണ്ടിൽ ഫേസ് ടു ഫേസ് ആയിരിക്കും, അതിന് 30 seconds 1 minute ആയിരിക്കും. ആൻഡ് ഫൈനൽ റൗണ്ടിലെ ഡ്രോയിങ്ങിലൂടെ ആയിരിക്കും നിങ്ങൾക്കുള്ള ക്ലൂ കിട്ടുക. ഓക്കെ, സോ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ വരിക. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ കാഴ്ചക്കാരനായിട്ട് മാറും. റെഡി? ഓക്കെ, യെസ്. അപ്പം നമ്മുടെ മത്സര റൗണ്ടിന്റെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് വേണ്ടേ? വേണം. ഒരെടുത്തോളൂ. ഓക്കെ, ഉത്തരം ശരിയാകുമ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്യാം. അതുവരെ കാർഡ് ഇരിക്കട്ടെ. എന്റെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം എന്തായാലും നേരത്തെ പറഞ്ഞു
സിനിമകളാണ് ഇഷ്ടം അല്ലേ? ആ സിനിമകൾ വർക്കിൻ്റെ ഒപ്പം കൂടി ബാലൻസ് ചെയ്ത് സ്പേസ് കെട്ടി സമയം കണ്ടെത്തിയൊക്കെ കാണാൻ പോകാറുണ്ട് എന്നുള്ളതാണ്. വർക്ക് ബാലൻസ് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ കുറേ കൂടി കുക്കിംഗ് ട്രാക്കിലാണ്. അതെ, സിനിമയാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം തരട്ടെ? റെഡി? സോ മലയാള സിനിമയിൽ പല പല പ്രമേയങ്ങളിൽ നമ്മൾ സിനിമകൾ കണ്ടുപോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല കണക്ട് ചെയ്തിട്ട് കൂടി ആയിരിക്കട്ടെ ആദ്യത്തെ ചോദ്യം എന്ന് ആഗ്രഹിക്കുകയാണ്. സോ തീർച്ചയായിട്ടും മലയാള സിനിമയിൽ പാചകവും പാചകക്കാരനും പ്രമേയമായി വന്നിട്ടുള്ള 5 സിനിമകളാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉസ്താദ് ഹോട്ടൽ. ഓക്കെ, കറക്റ്റ്. മിസ്റ്റർ ബട്ട്ലർ. യെസ്, പക്ക. അല്ല, ഇത്തിലെ സീനൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു അല്ലേ? കല്യാണരാമൻ. യെസ്, അടിപൊളി. ഒന്നുകൂടെ ആലോചിച്ചോളൂ. എത്രയോ സിനിമകൾ. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. പവിത്രം. യെസ്, പവിത്രം, പക്ക. സോ ഒരു കൂടി വേണ്ടിയിരിക്കുന്നു. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5 ഏതാണ്? റൈറ്റ് ആൻസർ. അടിപൊളി. എനിക്ക് തോന്നുന്നു അല്ലെ, മമ്മൂക്ക ദിലീപ് കോംബോയിലെ അല്ലെ അപൂർവം സിനിമകളാണ് എന്നുള്ളത് സംഭവിച്ചത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാചകവും പാചകക്കാരനായിട്ട് വരുന്ന ചെറുതായിട്ടെങ്കിലും ടച്ച് ചെയ്ത് പോകുന്ന സിനിമകൾ കുറേ ഉണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ സിനിമകൾ സെലക്ട് ചെയ്ത സിനിമകളെല്ലാം തന്നെ പ്രമേയം മുഴുനീളമായിട്ട് വന്നിട്ടുള്ള സിനിമകളാണെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. കൺഗ്രാജുലേഷൻസ്. നമുക്ക് കുറേയും കൂടി ട്രാക്കിൽ അല്ലെ, ഷെഫ് ട്രാക്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കുറേ കൂടി ഉത്തരങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ കുറേയും കൂടി വന്നിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ട്. ആലോചിച്ച് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ടീം വർക്ക് ഇവിടെ അങ്ങോട്ട് മുഴുവൻ കാണണം. ഓക്കെ, കുറച്ചൊക്കെ ഒരു എനർജി ഫ്യൂല് കിട്ടിയ ഒരു ഫീൽ ഉണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കണ്ട. വന്നപ്പോ മുതൽ ഇങ്ങനെ ഇരുന്ന് ആ ക്യാമറ ടേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുഖം മുഴുവൻ ഇവിടെ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ നോട്ടം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കാർഡ് കിട്ടിയ ഉത്തരം ശരിയാവാന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. സോ ഉത്തരം ശരിയായിട്ടുണ്ട്. അപ്പം തന്നെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അക്കങ്ങളാണോ എമൗണ്ട് കിട്ടുമെന്നൊരു ഉറപ്പില്ല. പക്ഷെ അതിലും തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. സോ 3 അക്കത്തിലൂടെ തന്നെ 150 അല്ലെ 150 തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ടും മുത്തോട്ട് നോക്കി, ഇവിടെ നോക്കി. റെഡി? സോ ഇങ്ങനെ നമ്മൾ കൂട്ടണം. നമുക്ക് 6 അവസരങ്ങളുണ്ട്. ആദ്യത്തേത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് 5 അവസരങ്ങൾ വരും. ആ 5 കാർഡും സ്വന്തമാക്കി മാക്സിമം എമൗണ്ട് കൊണ്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കൂടി പോവേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിന് മുമ്പായിട്ട് കാർഡ് വേണ്ടേ? കാരണം ചോദ്യത്തെക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന കാർഡാണ്. ഓക്കെ, റെഡി? എത്ര വരെ കൂടുന്ന പ്രതീക്ഷ രണ്ടാമത്തെ കാർഡ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ? രണ്ടാമത്തെ ഒരു 4 അക്കം. ടോട്ടലി അതിന് 4 അക്കം കിട്ടുന്നതാണോ അതോ ടോട്ടൽ ഒരു 4 അക്കത്തിലോട്ട് വരും? ഇതിൽ 4 അക്കം കിട്ടുന്ന പ്രതീക്ഷ. വല്ലാത്ത കോൺഫിഡൻസിന്റെ പീക്കിൽ നിൽക്കണല്ലോ. ഓക്കെ, ആ പ്രതീക്ഷ അങ്ങനെ തന്നെ ആവട്ടെ. തീർച്ചയായിട്ടും സിനിമ തന്നെ അല്ലേ നമ്മൾ ഇഷ്ടം. ആ കുറേ കൂടി നമുക്ക് പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കുറേ അത്രയും ഇന്റർനാഷണൽ ലെവൽ ആക്ടേഴ്സ് നമുക്കുണ്ട് അല്ലേ? നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ആക്ടേഴ്സ്. ആരാ ഫേവറേറ്റ് ഒരു ആക്ടർ? ആരാ ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുന്നത്? മോഹൻലാൽ ആണ്. ഓക്കെ, ഇവിടെയോ? മമ്മൂട്ടി. അപ്പൊ ശരിക്കും രണ്ടുപേരെ പേരും ബാലൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തായാലും ലാലേട്ടൻ ഫാൻ 4 അക്കം പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. സോ ലാലേട്ടൻ കുറെ അധികം ഡിഫറെന്റ് ക്യാരക്ടേഴ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, പല വിധത്തിൽ. പക്ഷെ നിങ്ങൾക്കുള്ള ചോദ്യം ലാലേട്ടൻ ഡോക്ടറായിട്ട് വന്നിട്ടുള്ള 5 സിനിമകളാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. കിടലൻ സിനിമകളാണ്. പെട്ടെന്ന് ആലോചിച്ച് കിട്ടും. നിർണയം, പക്ക. ഒന്ന് ലാലേട്ടൻ ഡോക്ടറായിട്ടുള്ള സിനിമകൾ ബെസ്റ്റ് ആയിരുന്നു. ഭഗവാൻ. കുറച്ച് ഹൊറർ ഒക്കെ ചിന്തിക്കുമ്പോ പറയുന്ന ഒരു സിനിമ ഏതായിരിക്കും? യെസ്, ഡോക്ടർ സണ്ണി. റൈറ്റ് ആൻസർ. കുറച്ച് പാട്ടുകൾ സൂര്യഗായത്രി. റൈറ്റ് ആൻസർ. ഒന്നുകൂടെ പോവേണ്ടിയിരിക്കുന്നു. സോ കൗണ്ട് ഡൗണിലുള്ള സമയമായിട്ടുണ്ട്. സോ 5 4 3 2 1 5. എനിക്കൊന്ന് മണിച്ചിത്രത്താഴ് പറഞ്ഞാൽ വേണമെങ്കിൽ ഗീതാഞ്ജലി പറയാം. ഓക്കെ, ഡോക്ടർ സണ്ണി തന്നെയാണ് നിന്നുള്ളത്. അതിന് സീക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പോലും ഉള്ളടക്കം പറയാം അല്ലെ? ഡോക്ടേഴ്സ് ആയിട്ടുള്ള സിനിമകൾ അനവധി ലാലേട്ടൻ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ എടുത്തതിൽ ബെസ്റ്റ് ആദ്യത്തെ ഉത്തരം തന്നെ കിടിലനാണ്. നിർണയത്തിലെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു, റോളായിരുന്നു. എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ 4 അക്കം എന്നുള്ള ഒരു ഉറപ്പിലെ ഉത്തരം കൂടി വരേണ്ടിയിരിക്കുന്നു. പക്ഷെ ചെറുതായിട്ടൊരു നിർഭാഗ്യം ഒപ്പം വന്നിട്ടുണ്ട്. നമുക്കത് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് ആ കാർഡിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലോട്ടും ആ കാർഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ പുതിയ കാർഡ് തരാം. എന്ത് വേണം? കീപ്പ് ചെയ്യാം അല്ലെ? 4 അക്കം ഒക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് എത്രയാണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ റെഡി? അപ്പൊ എന്തായാലും 4 അക്കം പ്രതീക്ഷിച്ച കാർഡിൽ സ്ക്രാച്ച് ചെയ്യാൻ ചെറിയൊരു നിർഭാഗ്യം കൂടി സാധിച്ചിട്ടില്ല. സോ അടുത്ത റൗണ്ടിലേക്ക് പോകേണ്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിൽ നമുക്ക് കാണാം.
നേരത്തെ പറഞ്ഞ പോലെ സമയം നമ്മൾ കുറച്ചുകൂടെ ഇരട്ടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ടീം വർക്ക് തന്നെ, പക്ഷെ നിങ്ങൾ ഇനി മുതൽ ഒരുമിച്ച് അവിടെ നിന്നുകൊണ്ട് മത്സരിക്കില്ല. ഓരോരുത്തരായിട്ട് എൻ്റെ അടുത്തോട്ട് വരും. ഓക്കെ, 2 റൗണ്ടുകളിലൂടെ 2 അവസരങ്ങളിലൂടെ പോകും. പക്ഷെ കാർഡതായിരിക്കും. രണ്ടാമത്തെ അവസരത്തിൽ മാത്രമേ മാറേണ്ടതുള്ളൂ. റെഡി? സോ ആരാദ്യം വരാൻ പോകുന്നത്? മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണോ തള്ളി വിടാണോ? ആണ്. ഓക്കെ, വരൂ. അല്ലേട്ടാ വരൂ. ഇത്തരം ഇനി അവിടെ നിന്ന് ഗസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അല്ലാട്ടിനെ ഞാനൊരു മൂവി ഡയലോഗ് കൊടുക്കും. ആ ഡയലോഗ് വായിക്കും. എന്നിട്ട് ആ ഡയലോഗുള്ള മൂവി ഏതാണെന്നുള്ളത് ഗസ് ചെയ്യണം. ഗസ് ദ മൂവി റൗണ്ടാണ്. സോ സമയം കൂടുതൽ വെച്ചാൽ ആലോചിച്ചിരിക്കേണ്ട. വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡയലോഗ് പൂർത്തീകരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. അതിനിടയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പടപടേ ശരപടേന്ന് ആക്കിയിട്ട് പോകണം. ഓക്കെ, റെഡി? ഞാൻ തരട്ടെ? കുറച്ചുകൂടെ പവർ വന്നേ. ഓക്കെ, യാ. റെഡിയാണ്? ഓക്കെ ഓക്കെ അല്ലേ ഇവിടെ? അപ്പൊ സമയം ഞാൻ കൊടുക്കുകയാണ്. അല്ലേട്ടാ, റെഡി സെറ്റ് ഗോ. കാലത്ത് എഴുന്നേറ്റാണോ സുപ്രഭാതം വെക്കണേ? ഉച്ചയായിട്ട് പോരെ? അയ്യോ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ സ്വാമിയുടെ ഗ്രില്ലടച്ച് വെച്ചിരുന്നത് സാമിയിൽ പിടിച്ചു അല്ലേ? ഞാൻ സാമിയിൽ പിടിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നും അത്രയും അല്ലെ ഐക്കോണിക് ആയിട്ടുള്ള അത്രയും കിടിലൻ സീനുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സാമിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ പോകുന്ന സംഭവം അതായിരിക്കും അല്ലെ? യെസ്. അപ്പൊ അതിൽ കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നോ ഡയലോഗ്? ഉറപ്പായിരുന്നു. രജിത്തേനിൽ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാനും കൂടിയാണ്. സോ വിയറ്റ്നാം കോളനി ഓർമ്മ വന്നില്ലെങ്കിൽ അല്ലെ? യെസ്. അപ്പൊ എന്തായാലും രണ്ടാമത്തെ റൗണ്ട് ആദ്യത്തെ ചാൻസ് തന്നെ മിസ്സാക്കിയിട്ടില്ല. സോ കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് എവിടെയാണ്? അതിൽ നാലക്കാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നോക്കണ്ടേ? ഓക്കെ, കാർഡ് തന്നോളൂ. വായിച്ചോ? വായിച്ചു അല്ലെ? 4 അക്കം എന്നാണ് പറഞ്ഞത് അല്ലെ? പക്ഷെ നമുക്ക് 4 അക്ഷരങ്ങളുള്ള ഒരു വാക്ക് തുടക്കത്തിലുണ്ട്. അതേപോലെ തന്നെ 4 അക്ഷരം താഴെയുണ്ട്. നമുക്ക് ഹാഫ് കോൺ ആണ്. നമുക്ക് കിട്ടിയ എമൗണ്ടില് പകുതി അങ്ങ് പോകും. അതെ, കൂടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്നത് അല്ലെ? അപ്പൊ പക്ഷെ ഫുൾ ഗോൺ ഇല്ല. ഇതിൽ ഫുൾ ഗോണും വരും, ഡെവലപ്പും വരും. അങ്ങനെയാണ് കിട്ടിയ എമൗണ്ട് കൂടുതൽ ഇരട്ടിക്കാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എനിക്കൊന്ന് ഫൈനൽ റൗണ്ടിൽ കിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോഴാണെങ്കിലും ഹാഫ് കോൺ ആകുമ്പോൾ വലിയ എമൗണ്ട് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ നഷ്ടമില്ല. പക്ഷെ 4 അക്കം പ്രതീക്ഷിച്ച ആൾക്ക് അത് കിട്ടിയത് അക്കങ്ങളിലൂടെയല്ല അക്ഷരങ്ങളിലൂടെയാണെന്നുള്ളതാണ്. അപ്പൊ 150 എന്നുള്ളത് 75 ആയിട്ട് മെല്ലെ നമ്മൾ കുറയും. നമുക്ക് അടുത്ത റൗണ്ടിൽ കയറി പിടിക്കാം അല്ലേ? ഓക്കെ, റെഡി? സോ ടെൻഷൻ ഒന്നും വേണ്ട, നമുക്ക് അടുത്തിൽ പിടിക്കാം. ആൻഡ് ഉത്തരങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നു. ആ ചോദ്യങ്ങൾക്ക് അവരുടെ ഒരു അറ്റംപ്റ്റ് ആണെങ്കിലും ടീം വർക്ക് ആണെന്നുണ്ടെങ്കിലും അത് പറയാതെ വയ്യ. പിന്നെ കാർഡിലത് അത് ഭാഗ്യ നിർഭാഗ്യങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ഒരു രീതിയിൽ നമുക്കത് മുൻകൂട്ടി അറിയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തേക്ക് നമുക്ക് തിരിച്ചു പിടിക്കണം. കം ബാക്ക് നടത്തണം. റെഡി? യെസ്. അപ്പൊ ഞാൻ കാർഡ് തരട്ടെ? തരും. യെസ്. അപ്പൊ ആ കാർഡ് അവിടെ വെച്ചോളൂ. ആൻഡ് ഇനി നേരത്തെ ലേട്ടം വന്നു. ഇനി എഴുതിത്തട്ടുള്ളൂ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ ഞാൻ നേരത്തെ പോലെ തന്നെ സെയിം റൂൾ. ഞാൻ കാർഡ് കൊടുക്കും, ഡയലോഗ് വായിക്കും. സമയം തുടങ്ങുമ്പോൾ മൂവി ഗസ് ചെയ്യണം. ഓക്കെ, മുഴുവൻ വായിക്കാൻ നിൽക്കണമെന്നില്ല. ഇവിടെ പെട്ടെന്ന് വന്നു വിയറ്റ്നാം കോളനി ലാലേട്ടൻ ഫാൻ. ഓക്കെ, ഓക്കെ ആണെങ്കിൽ ഞാൻ സമയം തരാം. റെഡിയാണ്? പോവാം. സോ പോവാം. രജിതേട്ടൻ റെഡിയാണ് അല്ലേട്ടാ? തകർക്കണം. നേരത്തെ പോയിൽ നമുക്ക് അങ്ങോട്ട് അല്ലെ തിരിച്ചു പിടിക്കണം, ഡെവലപ്പ് ആക്കണം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അന്നക്കൊച്ചമ്മേ, ആലീസ് കൊച്ചമ്മേ, പിടിച്ചു, കൈയോടെ പിടിച്ചു. നമ്മുടെ പാവക്കത്തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു ഹറാം പറഞ്ഞ പന്നി, പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. കാര്യം തെളിച്ച് പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടെ എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപക്കുട്ടിൽ വെച്ചില്ലേ? ആ പീഡന പുണ്യാളനെ കയ്യും കളവുമായി കൈയോടെ പിടിച്ചു. ആഹാ, രണ്ടാളും കൂടെ ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നു. ഇവിടെ പാവയ്ക്ക അവർ രണ്ടുപേരും കൂടെ ആദം ഹവയും കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്ക അവൻ പൊട്ടിച്ചോ ആവോ. ഉടനെ അവനെ ആനാം വെള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തോട്ടിലും കെട്ടി രണ്ടാളും കൂടി ഒരു തോട്ടിലും കെട്ടി ഉറപ്പാണോ? ഉറപ്പാണ്. ലോക്ക് ചെയ്ത പിന്നെ ചാൻസ് ഇല്ലേ? ഇല്ല. ഉറപ്പിക്കാം. മഴത്തുള്ളി കിൽക്കാം. ഉറപ്പിക്കാണേ. റൈറ്റ് ആൻസർ. അപ്പൊ ഉത്തരം എപ്പോ കിട്ടി? എനിക്ക് മനസ്സിലായിരുന്നു. ആ പിന്നെ അപ്പൊ എന്തിനു കാത്തു നിന്നേ? വൈകിട്ടേന്ന് ഓർത്തു. അതല്ല ഞാൻ തുടക്കം പറഞ്ഞ ഇത്.
പണി കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞു നമുക്കത് മുഴുവിപ്പിക്കണം എന്നില്ല, എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ അല്ലേ അല്ലേ? ഇത്രയും കിട്ടിയ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഭയങ്കര കൂളായി നിൽക്കുന്നുണ്ട്, ആലോചിക്കുന്നില്ല, ടെൻഷനില്ല, ഒരു പരിപാടി ഇല്ല എന്നുള്ളത്. സുഖമില്ല, അടിപൊളി. അപ്പൊ നേരത്തെ കിട്ടാത്തത് ഇപ്പൊ കിട്ടട്ടെ 4 അക്കത്തിലൂടെ അല്ലേ? ആൻഡ് 4 അക്കം അല്ലെങ്കിലും അല്ലെ 3 അക്കമായിട്ടുള്ള ചെറുതല്ലാത്തൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 150 ആയിരുന്നു, നേരെ പകുതിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു 75. ഇപ്പൊ അതിന്റെ ഒപ്പം ഒരു 0 കൂടെ വന്നിട്ടുണ്ട് 750 അല്ലെ? അപ്പൊ ടോട്ടൽ 825 ആണ്. 825 രൂപയായിട്ട് നമ്മൾ 2ാം റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാൾ അല്ലെ കുറെ ഇരട്ടി നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലക്ഷ്യം അല്ലെ 4 അക്കത്തിൽ വരണം എന്നുള്ളതാണ്. ആ 4 അക്കം വരുന്ന റൗണ്ട് അല്ലെ നമുക്ക് അടുത്ത് തന്നെ കാണാം. അങ്ങനെ ഫൈനൽ റൗണ്ടിൽ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ മാക്സിമം നേടാൻ വേണ്ടിയിട്ട് കൂടെ ബോർഡുണ്ട് അല്ലേ? ഇവിടെ വരുന്ന നേരത്തെ പോലെ ഓരോരുത്തരായിട്ട് ഇവിടെ വരും, ആ മൂവി ടൈറ്റിൽ തരും, ആ മൂവി നെയിം ഇവിടെ വരച്ചു കാണിക്കണം. ഓക്കെ, അപ്പോൾ ആ സിനിമയുടെ പേര് എഴുതാൻ പാടില്ല, അക്കങ്ങളോ അക്ഷരങ്ങളോ പാടില്ല, വരച്ചുള്ള ക്ലൂവിലൂടെ ആയിരിക്കണം അവിടേക്കുള്ള ലീഡ് തരേണ്ടത്. സോ വാമൊഴി വേർബലി പരിപാടികളൊന്നുമില്ല. റെഡി? റെഡി. ഓക്കെ ആണ്. സോ കാർഡ് വേണ്ടേ? വേണം. ഇന്ന് തപ്പാൻ നിന്നില്ല, ആദ്യത്തെ കാർഡ് തന്നെ എടുത്തോളൂ. ഓക്കെ, റെഡി? കിട്ടി. നിസ്സാരം. ആറ്റിറ്റ്യൂഡൊക്കെ മാറി, ഭയങ്കര ടെൻഷൻ നിന്നിരുന്ന ആള് വരപ്പരിപാടി വന്ന സമയത്ത് മൊത്തം ആറ്റിറ്റ്യൂഡ് മാറി. ചുരും കയ്യിൽ വെച്ചോളൂ, എന്തെങ്കിലും മാറ്റി ക്ലൂ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. റെഡി? സോ ഞാൻ മെല്ലെ സമയമായിട്ട് അപ്പുറത്തുണ്ടാവും. സോ അവിടെ റെഡിയാണ്. അവിടെ വല്ലാത്ത ഇതുവരെ കാണാത്ത കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫേസിൽ കാണുന്നുണ്ട്. സോ കപ്പടിക്കണം. റെഡി? സോ 3, 2, 1 here we go. കവി എന്തോ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ക്ലൂ ആയിട്ടില്ല, കറക്റ്റ് ഉത്തരത്തിലോട്ട് പോകാനുള്ള പരിപാടിയൊക്കെയാണ്. എന്തെങ്കിലും ഐഡിയ കിട്ടുകയാണെങ്കിൽ പറയാട്ടോ, അത് വെച്ച് പോകാം. കാരണം സമയം ഇവിടെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം സമയം തുടങ്ങുക, സമയം പോയിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും വേറെ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ആ സിനിമയുടെ താരങ്ങൾ ഒന്നിക്കുമ്പോൾ എപ്പോഴും മലയാളിക്ക് ആഘോഷമാണ്, മലയാള സിനിമയ്ക്ക് ആഘോഷമാണ്. ഒരു പക്ഷേ ഇത്രത്തോളം ക്ലൈമാക്സുകളിൽ ചർച്ചകൾ വന്നിട്ടുള്ള പല സിനിമകൾ ഉണ്ടായേക്കാം, പക്ഷെ ഇത്രത്തോളം അല്ലേ ചർച്ച വന്നിട്ടുള്ള സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. സോ 5 എഴുതാൻ പറ്റില്ല, പക്ഷെ നല്ല ക്ലൂ ആണത്. 3 എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഗസ് ചെയ്തോ. 2, 1 താങ്ക്സ്. ഇത് കണ്ടിട്ട് എന്ത് തോന്നി? ജനല. അപ്പൊ 4 കമ്പ്യൂട്ടർ വരച്ചു കൊടുത്തത്. ഏത് സിനിമകളിലെ താരങ്ങൾ ഒന്നിക്കുമ്പോഴാണ് ശരിക്കും മലയാള സിനിമയ്ക്ക് ആഘോഷം വന്നിട്ടുള്ളത്? മോഹൻലാൽ, മമ്മൂട്ടി ഒരുമിക്കുമ്പോഴായിരിക്കും അല്ലെ? അങ്ങനെ ഒരുമിച്ചിട്ട് ഏതെങ്കിലും ക്ലൈമാക്സ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ചിന്തിച്ചുള്ള സിനിമ ഏതാ? ആണോ? അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് പിടിക്കാം അല്ലെ? യെസ്. അപ്പൊ നമ്മുടെ കൃഷ്ണൻ മാച്ചോളൂ. യെസ്. സോ അവിടെ വെച്ചോളൂ, ഞാൻ തിരികെ അവിടെ പോവാം. ഓക്കെ, ഫൈനൽ ചാൻസ് ആണ്, ഫൈനൽ ആപ്പാണ്. നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം അടിച്ചെടുക്കാനുള്ള അവസരം കൂടിയാണ്. റെഡി? സോ അവസരത്തിന് പുതിയ കാർഡ് വേണോ, ആ കാർഡുമായിട്ട് മുന്നോട്ട് പോകണോ? എന്തുവാണ്? ആണ്, അതിൽ മാറ്റമില്ല. ആ വിശ്വാസത്തിന് മാത്രമേ ഒരു ഒറ്റ കുറവില്ല അല്ലെ? ഇപ്പോഴും ആ 4 അക്കത്തിൽ പിടിച്ചിട്ടാണ്. അത് സംഭവിക്കട്ടെ എന്നുള്ളതാണ് എന്റെയും പ്രതീക്ഷ. വായിച്ചല്ലോ അല്ലെ? കിട്ടി. കയ്യിലെടുത്തോളൂ, ഇതും വെച്ചോളൂ. ക്ലാസ്സിൽ പഠിപ്പിയായിരുന്നാ? സത്യം പറ, ക്ലാസ്സിൽ പഠിപ്പിയായിരുന്ന? പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഇതിന്റെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർത്തിട്ട് പോവാലോ എന്നുള്ള മൂടാണ്. ഓക്കെ, സോ റെഡി? സോ റെഡി, സെറ്റ്, ഗോ. Oh my God. Okay. ഓട്ടോ ഇതെന്താ സംഭവം? അതെന്താ സംഭവം? എന്താ
ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. അത് എന്ത് കണ്ടിട്ടാണ് പറയാൻ കാരണം? ഓട്ടോ കണ്ടിട്ട് കുറെ സിനിമകളുണ്ട്. ഓട്ടോ വെച്ചിട്ട് ഗസ് ആവരുത്. അത് ഉറപ്പെന്നുള്ള സാധനം ക്ലൂയിലോട്ട് വേണമെങ്കിൽ ചിന്തിക്കാം, വേറെ എന്തെങ്കിലും ആലോചിക്കാം. കാരണം സമയം നമുക്കുണ്ട്, പകുതി സമയം കൂടി ഇനിയുണ്ട്. ഉറപ്പില്ല. ഓക്കെ, എന്തെങ്കിലും ക്ലൂ കൊടുത്തേ. ഇത് തന്നെ ക്ലൂ. ഓക്കെ, യെസ്. വേറെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വേറെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതെന്നെ കണക്ട് ചെയ്യണം. ഏയ് ഓട്ടോ ആണ്. റൈറ്റ് ആൻസർ ആണോ? റൈറ്റ് ആൻസർ ആണ്. എനിക്കൊന്ന് ആ രണ്ടുപേരും പാടാൻ പറ്റുമോ ഈ സന്തോഷത്തിലെ? സുന്ദരി സുന്ദരി. ആരോരുമില്ലാത്ത കാലത്തു നീ എൻ്റെ ചാരത്ത് വന്നെങ്കിലും സുന്ദരി. ആരുണ്ട് സുന്ദരി. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻ. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വന്നോളൂ. ഓട്ടോ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്കിനി അല്ലേ സ്ക്രാച്ച് ചെയ്യണം. എനിക്കൊന്നു ഏറ്റവും ഭംഗിയായിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുള്ള അല്ലെ ഒരു വേഷം കൂടിയാണ്. നമുക്കൊക്കെ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ ഭംഗിയായിട്ട് പാട്ടുകൾ കൊണ്ടും ഡയലോഗ് കൊണ്ടും ഒക്കെ. അപ്പൊ നമുക്ക് ലാലേട്ടനിലൂടെ കിട്ടിയ കാർഡാണ്. ഓട്ടോയിലൂടെ വന്ന് ഓട്ടോ പിടിച്ച് വന്ന കാർഡാണ്. സോ സ്ക്രാച്ച് ചെയ്യാം. യെസ് 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 യെസ്. അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരു ലക്ഷ്യം അത് എത്ര തന്നെ അല്ലെ റൗണ്ടുകൾ കിടന്നാലും സമയം കിടന്നാലും അത് വരിക തന്നെ ചെയ്യും. വന്നിരിക്കുന്നു അല്ലെ, 4 അക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ അതൊരു ഫൈനൽ റൗണ്ടിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അടിപൊളി, സൂപ്പർ. അപ്പോൾ 3000 എത്തി നിൽക്കുന്നു. ഓക്കെ, ക്യാഷ് പ്രൈസ് മാത്രമല്ല സൺ സൂര്യ കോമഡിയുടെ കുറച്ചധികം ഗിഫ്റ്റ്സ് കൂടെ ഞങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ട്. സോ തരട്ടെ. നിങ്ങളുടെ കൈകളും വസ്ത്രങ്ങളും ഇനി സുരക്ഷിതമാണ് ഒമേറ ലിക്വിഡ് ഡിറ്റർജൻറ്റിലൂടെ. ഒപ്പം തന്നെ എല്ലാ തരം ലിക്വിഡ്സും അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് ഇനി കാർ വാഷും ഒമേറയുടേതായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ കൺഗ്രാറ്റുലേഷൻസ്. ആരോഗ്യവും സൗന്ദര്യവും ഒരുപോലെ സംരക്ഷിക്കാൻ റോയൽ ട്രീ ഒലീവ് ഓയിലിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. നല്ല പാചകം, കൃത്യമായിട്ട് രുചി, ഓരോ ദിവസവും ഓരോ പുതിയ കറിക്കൂട്ടിനായിട്ട് ഗുഡ്നെസ്റ്റിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ. 100% നാച്ചുറൽ ആയിട്ടുള്ള യാതൊരുവിധ കെമിക്കൽസോ കൃത്രിമവസ്തുക്കളോ ചേർക്കാത്ത ന്യൂട്രോവയുടെ ഹെൽത്തി സൊല്യൂഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. 25 വർഷം നീണ്ട പ്രവാസി ജീവിതത്തിൻ്റെ സ്വപ്നമായി മാറിയിട്ടുള്ള കുക്കീസിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. അടിപൊളി. യെസ്. അപ്പം എന്തായാലും നമ്മൾ ലക്ഷ്യം കണ്ട 4 അക്കത്തിലോട്ട് എത്തി. ഒപ്പം തന്നെ കുറേ അധികം ഗിഫ്റ്റ്സ് ആയിട്ട് നിൽക്കുകയാണ്. ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്ത് ഏറ്റവും ഭംഗിയുള്ളൊരു മത്സരം കൂടിയായിരുന്നു നമ്മൾ ഇന്നോടെ കണ്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. 10 വർഷമല്ലേ പറഞ്ഞേ? അത് ഇതുപോലെ കുറേ അല്ലെ 50-100 വർഷങ്ങളായിട്ട് ആ സൗഹൃദം തുടരട്ടെ. ഇതുപോലെ ഭാഗ്യനിർഭാഗ്യങ്ങൾ തേടി വരട്ടെ. ഭാഗ്യനിർഭാഗ്യങ്ങൾ തേടിയുള്ള സ്ക്രാച്ച് ഇവന്റിന്റെ അടുത്തൊരു യാത്രയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും